ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് വെച്ചിട്ടാണ് വീഡിയോൻ്റെ ഇൻട്രോ ചെയ്യുന്നത് ഗായ്സ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒച്ചപ്പാടാണ്. ഓൾസോ എൻ്റെ തൊണ്ടയൊന്നും തീരെ സുഖമല്ല, ലൈക്ക് ഒച്ചയൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ പരമാവധി അലർന്നുണ്ട് ഇവിടെ കണ്ടിട്ട്. സോ ഇന്ന് നമ്മൾ അച്ചുവിൻ്റെ കൂടെ ഡേ ഔട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനൊരു പരിപാടിക്ക് പോയിട്ട് വന്ന് നിൽക്കുകയാണ്. സോ നൗ നമ്മൾ അച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരണം. സോ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അച്ചു വന്നിട്ട് നമുക്ക് സഹാറ സെൻറ്റർ പോകാം. സഹാറ സെൻറ്റർ ആണ് ഇപ്പോൾ നമ്മളെ മെയിൻ സ്പോട്ട്. ആദ്യം സിറ്റി സെൻറ്റർ ആയിരുന്നു, ഇപ്പോൾ ഞങ്ങൾ മാറ്റി അത് സഹാറ സെൻറ്റർ ആയി. സോ അതിന് നമ്മൾ ബസ് കയറിയിട്ട് പോണത്. സോ ഈ കാറ്റൊന്നും കണ്ട് നിങ്ങൾ ഇത്ര അടിപൊളി ക്ലൈമറ്റ് ആണെന്നൊന്നും വിചാരിക്കണ്ട. നല്ല ചൂടാണ്, നല്ല ചൂട് കാറ്റാണ് ഈ വരുന്നത്. സോ നമ്മളിപ്പോഴും അച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അച്ചു അതിൽ കൂടെയാണ് വരിക. കാണാൻ പറ്റുന്നില്ല ഗൈസ്, ഇന്ന് വന്നോ ഇല്ലേ. സോ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന്. Sorry guys, sorry. So let's wait for Achu. Guys, അച്ചു ഇവിടെ കുറേ ആൾക്കാർ ഉള്ളത് കൊണ്ട് അവർക്ക് നാണാണ്. സോ അച്ചുവിൻ്റെ കൂടുതൽ ഡേ ഔട്ടാണ്. കുറേ ആൾക്കാരുടെ ഇവിടെ എല്ലാവരും നോക്കുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് കെയർ. സോ നമ്മളിനി ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബസ് വരണം, ബസ് വന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ അച്ചു ഹായ് പറ. ഹായ്, എന്താ പറയുക? ഹലോ ഗൈസ്, വെൽക്കം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രീ ചേച്ചീസ് ചാനൽ. ഞാൻ ഓൾറെഡി ഒരു വട്ടം പറഞ്ഞു, ബട്ട് ഇത് അച്ചുവിൻ്റെ കിടക്കട്ടെ. ഓക്കെ, ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങളെങ്ങനെ ഇരിക്കും, ഞങ്ങളെ മുന്നിൽ നിറച്ച ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്തായിരിക്കുന്നത്. സോ എല്ലാവരും ഇങ്ങനെ ഇവരെന്താ ചെയ്യുന്നത്, വ്ളോഗേഴ്സിന് മാതിരി കുറച്ച് ഒച്ചനാക്കിയല്ലോ, മന്ത്രം 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 മന്ത്രം. സോ നമ്മൾ ബസ് കിട്ടി ആഫ്റ്റർ 15 minutes. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചു പൊട്ടുവിട്ടുണ്ടോ? ഓ, അച്ചു അങ്ങനെ പൊട്ടുവിട്ട് നമ്മൾ കാണലേ ഇല്ല. സോ ദിസ് ഇസ് എ ലക്കി വ്ളോഗ്. അച്ചു പൊട്ടു തൊട്ട വ്ളോഗ് ഗൈസ്. സോ അറിയാലോ, ഞങ്ങൾ ഓൾറെഡി കുറച്ച് റിച്ചാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നതിൻ്റെ ബാക്കി പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 300 രൂപ. 300 രൂപയിൽ എനിക്ക് എത്ര കിട്ടി? 10. അപ്പോൾ തന്നെ അവരിങ്ങനെ ഇവർ ഭയങ്കര റിച്ചാണല്ലോ, അങ്ങനത്തെ ഒരു ലുക്കാണ് എനിക്ക് തന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, റൈറ്റ്? ഇനി 10 റംസ് കൊണ്ട് ഞങ്ങൾ ചിൽ ചെയ്യും. എൻ്റെ കയ്യിൽ 10 ഉണ്ടടി ഗൈസ്. അത് ഗ്രാംസ് ആണ് പറഞ്ഞത് ഗൈസ്. മേടിച്ചു എടുത്തു വെച്ചേ. ബ്ലൂബെറി. കൊള്ളാം. എന്തിനാണ്
എന്ത് തോന്നുന്നു പൈസ പൊട്ടിച്ചപ്പോ? ഒന്നും തോന്നാനില്ല. ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. I am so happy when I'm spending my salary for myself. ബട്ട് അച്ചു കരയുകയാണ് ഉള്ളിൽ. എനിക്കും കൂടെ തിന്നാൻ വേണ്ടിയിട്ടല്ലേ. Correct. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഫ്രം BLG. ഫ്രം അത് ഇവിടെ പോയി BLG. ഏതൊരു കേക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്? ബേൺഡ് ബാസ്കറ്റ് കേക്ക്. സാൻ സെബാസ്റ്റ്യൻ. സാൻ സെബാസ്റ്റ്യൻ. ബാസ്ക് ആണ്. ബേൺഡ് ബാസ്ക് കേക്ക് with chocolate sauce. Yeah. Guys, വന്നു guys. ഗൈസ് കോംപ്ലിമെൻ്ററി ആയിട്ട് 2 ബിസ്ക്കറ്റ് ഉണ്ട് ഗൈസ്. കോംപ്ലിമെൻ്ററി ബിസ്ക്കറ്റ്. ഇനി ഗൈസ് ആ ചോക്ലേറ്റ് നമ്മൾ ഇതിങ്ങനെ മേലെ കൂടെ ഇങ്ങനെ വെക്കണം ഗൈസ്, എന്നാലാണ് ഇതാവുള്ളൂ. എടുത്ത് മര്യാദക്ക് ഒന്നില്ലെങ്കിൽ യു പോർ അല്ലേ കോർ. ആ ഓക്കെ, അതിൽ പോരും. തിരിച്ചോക്കി കേക്കിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ട് ഫുൾ തിരിക്കി. പോര ചേട്ടാ. ഓ ഫുൾ ഒഴിക്കാം, ബട്ട് ഇപ്പം നമുക്ക് ഇത്ര ഒഴിച്ച് നോക്കാം. ഓക്കെ. രസമുണ്ടാ? ഓക്കെ, ഞാൻ ഡാം ചെയ്ത് നോക്കട്ടെ. ആണോ? ഞാൻ ചോദിച്ചു ടർക്കി വരെ പോകണ്ടായിരുന്നു ഇത് കഴിക്കാന്ന്. മധുരം ചോക്ലേറ്റ് ഇല്ല, ഇത് കഴിച്ചിട്ട് ചീസ് കേക്കിന് മധുരം ഇല്ല, അധികം സ്വീറ്റ് ഇല്ല. അപ്പൊ ഇതിന്റെ മധുരം കൂടെ കൂടുമ്പോ ഒരു കറക്റ്റ് അല്ലേ. പക്ഷെ ചോക്ലേറ്റിന്റെ ലെവൽ കൂടി കഴിഞ്ഞാൽ മധുരമായി. ഇത് വെച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ആണ്, നോർമൽ ചോക്ലേറ്റ് അല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. അമേസിങ്. അമേസിങ് അമേസിങ്. ആക്ച്വലി ഇറ്റ്സ് ഫൈൻ വിത്തൗട്ട് ചോക്ലേറ്റ് ഓൾസോ. കേക്ക് മാത്രം. ഈ ബേൺഡ് സൈഡ് വെച്ചോക്കാം. നല്ല. സോ നമ്മൾ അതിൻ്റെ കഴിക്കൽ കഴിഞ്ഞു. യെസ്, ഇനി നമ്മൾ വാഫിൾ ആണ് തപ്പണത്. അച്ചു ഓൺ സ്വീറ്റ് വാഫിൾ. സോ വാഫിൾ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഗൈസ്, ആസ്ട്രോനോട്ട്. ഹായ്. Astronaut. Yeah. Guys, see who I met. A few minutes later. So, guys, നമ്മൾ ഫുഡ് മേടിച്ചു. അച്ചു അവിടെ ഓർഡർ ചെയ്യാൻ പോയിരിക്കുകയാണ്. അവൾ വരും. Ice cream. കൊച്ചി പോലെ മെട്രോ അല്ല, ദുബായ് മെട്രോ ഒന്നുമല്ല. ദിസ് ഇസ് സഹാറ സെൻട്രലിലെ ട്രെയിൻ. സോ നമ്മൾ അച്ഛനു വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇല്ലല്ല,
So scary, but it's okay. Guys, ഇപ്പൊ തുറക്കും. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് റൈഡിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ റൈഡിൽ കയറിയപ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ അത് ഭയങ്കര സ്പീഡായി. ഞാൻ ആ ഫോണൊക്കെ താഴെ വെച്ച് ഗോഡ് 3 റൈഡിൽ കയറി ഗൈസ്, 3 റൈഡിൽ. എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. അതൊന്ന് ഇറങ്ങിയ ഭയങ്കര ചൂടല്ലേ. എനിക്ക് തോന്നുന്നു അത്രയും കാറ്റല്ലേ, അതുകൊണ്ട് ഒരെണ്ണം തല കുത്തന, ഒരെണ്ണം സൈഡിലോട്ട്, ഒരെണ്ണം മേലും താഴെയും. അടിപൊളിയായിരുന്നു. ബട്ട് സോ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ വീട്ടിലാരൊക്കെയുള്ളത് കാണാം. അല്ലു ആൻഡ് ഉണ്ണി ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ നമ്മൾ വീട്ടിലെത്തി. ഭയങ്കര ടയർഡാണ് ഗൈസ്. ഇനി നമ്മൾ കുറച്ച് റീൽ ഐഡിയാസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. സോ നമുക്ക് നോക്കാം ഇതുവരെ പോകും. സോ ഗൈസ് എവരിബഡി ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ റീൽസ് എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു. ആൻഡ് നൗ വി ആർ ടയേർഡ്. സോ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. റീലിൻ്റെ ടാഗും ലിങ്കും ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജസും കൂടി ഒന്ന് നോക്കുക, അതിലെന്തായാലും റീൽ ഉണ്ടാവും. സോ ഗൈസ് അടുത്ത വീഡിയോയിലേക്ക് വരെ എനിക്ക് ഓർമ്മ ഇടില്ല എന്താ അടുത്ത് പറയേണ്ടത്. സോ അൺടിൽ ദ നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ.